യാഥാർത്ഥ്യം അതിർത്തികളാണ്. എന്ത് യാഥാർത്ഥ്യം അതിർത്തികളാണ്. യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ അല്പമെങ്കിലും സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇതുമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അടകിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. എന്നാ സാറേ മനസ്സിലായി? എന്നോട് ഇയാൾ ചോദിച്ചു, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ട്രെഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിൽ